രമ്യ, ഈ ചാലിയാറിൽ തിരച്ചിൽ അത് പുനരാരംഭിച്ചോ? ഒപ്പം ഈ ഉരുൾപൊട്ടൽ, ഈ ദുരന്തമുണ്ടായി ആദ്യ മൃതദേഹം ഒഴുകിയെത്തിയത് പോത്തുകൽ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് വലിയൊരു ഇത്രയും ദൂരം ആ മൃതദേഹം ഒഴുകിയെത്തി എന്ന് തോന്നി. പക്ഷെ പിന്നീട് ഈ ചാലിയാർ, മനുഷ്യർ ഒഴുകുന്ന ഒരു പുഴയായി ചാലിയാർ മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 100-200-ലധികം മൃതദേഹങ്ങൾ ആ ഭാഗത്തു നിന്ന് തന്നെ കണ്ടെത്തുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായി. ഇന്നിപ്പോൾ ഈ തിരച്ചിൽ ഏത് രീതിയിൽ തുടങ്ങിയോ? എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സേതു, ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ചാലിയാറിൻ്റെ തീരത്ത് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇരുട്ടുകുത്തിയിൽ നിന്നും വാഴക്കാട് വരെയുള്ള മേഖലകളിലാണ് ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടത്തുന്നത്. പൂർണ്ണമായും പുഴ കേന്ദ്രീകരിച്ചുള്ള ഊർജിതമായ ഒരു പരിശോധന തന്നെയാണ് ഇന്ന് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ തന്നെ ചാലിയാറിൻ്റെ തീരത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പോലീസ് സേനയുണ്ട്, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുണ്ട്, തണ്ടർ ബോൾട്ടുണ്ട് ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഉള്ളവരുടെ സംയുക്തമായ ഒരു പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുട്ടുകുത്തിയിൽ നിന്നും വാഴക്കാട് മേഖല വരെയാണ് പരിശോധന ഇന്ന് നടക്കുക. അതായത് ഈ മേഖലയെ 4 സോണുകളാക്കി തിരിച്ചാണ് ഇന്നത്തെ പരിശോധന പ്രധാനമായും നടക്കുന്നത്. പൂർണ്ണമായും പുഴ കേന്ദ്രീകരിച്ച് ഇന്നലെയും ഈ മേഖലകളിൽ കൃത്യമായ ഒരു പരിശോധന നടന്നിരുന്നു. അതായത് പഞ്ചായത്ത് വാർഡ് അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഇത്തരത്തിൽ പരിശോധന നടന്നിരുന്നത്. അതിൽ കൃത്യമായ മൃതദേഹങ്ങളൊന്നും ഇന്നലെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പ്രധാനമായും നമുക്ക് പറയാൻ കഴിയുന്നത് ഇന്നലെ വൈകിട്ടോടുകൂടി ആദിവാസി കോളനിയിൽ നിന്നും, ഈ മേഖല ആദിവാസി കോളനിയാണ്, ഇവിടെ നിന്നും പുഴയിൽ കുളിക്കാനായി ഇറങ്ങിയ ആദിവാസികൾക്ക് പുഴയിൽ നിന്നും 2 അവയവ ഭാഗങ്ങൾ ഉൾപ്പെടെ കിട്ടി എന്നുള്ളൊരു വിവരം കൂടി നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇത്തരത്തിൽ പുഴയിൽ, അതായത് ഇന്നിപ്പോൾ ചാലിയാറിൽ കൃത്യമായ നീരൊഴുക്കുണ്ട്. അതായത് ഇന്ന് ഒരു മഴയുടെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ചെറുതായിട്ട് നീരൊഴുക്ക് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് നീരൊഴുക്ക് പുഴയിൽ കൂടുതലും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പുഴയിലിറങ്ങി, അതായത് പുഴയിൽ ഇത്തരത്തിൽ അവശിഷ്ടങ്ങളുണ്ടെങ്കിൽ, അതായത് തീരഭാഗങ്ങളിൽ നിന്നും ഇന്നലെയും മറ്റുമായി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പുഴ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പരിശോധന നടക്കുക. നേരത്തെ പറഞ്ഞതുപോലെ 4 സോണുകളായി തിരിച്ച് ഇരുട്ടുകുത്തിയിൽ നിന്നും വാഴക്കാട് വരെയുള്ള മേഖലയെ 4 സോണുകളാക്കി തിരിച്ച് വിവിധ 4 ഫയർ ഓഫീസർമാർക്ക് ചാർജ് നൽകിയാണ് ഇത്തരത്തിൽ പരിശോധന ഇന്ന് പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടങ്ങളിൽ വാർഡ് അംഗങ്ങൾക്കും, അതായത് പോത്തുകൽ പഞ്ചായത്ത് പരിധി വരുന്നുണ്ട്. ഇത്തരത്തിൽ പഞ്ചായത്തിലെ 9 വാർഡുകളാണ് വരുന്നത്. ഇവിടങ്ങളിലുള്ള വാർഡ് അംഗങ്ങളും ജനപ്രതിനിധികളും ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതലായും പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ അവശിഷ്ടങ്ങൾ പുഴയിലുണ്ടെങ്കിൽ അവ കണ്ടെത്തുക. ശരി രമ്യ.